സ്നേഹപ്പെട്ട എല്ലാവർക്കും പതിനത്തിലേക്ക് സ്വാഗതം. യഹോവയെ ഞാൻ ഉയരമുള്ളൊരു വൃക്ഷത്തെ താണിരുന്നു, വൃക്ഷത്തെ ഉയർത്തുകയും ചെയ്യും. എഹെസ്കേൽ പ്രവാചകൻ 17-24 വാക്യം. ദൈവം പ്രവാചകനായ എഹെസ്കേലിനോട് ഇപ്രകാരം സംസാരിച്ചു: യഹോവയെ ഞാൻ ഉയരമുള്ള വൃക്ഷത്തെ താണിരിക്കുന്ന വൃക്ഷത്തെ ഉയർത്തുകയും ചെയ്യും. ഇസ്രായേലിനെ ആക്രമിക്കാൻ ബാബിലോണിയരെ അനുവദിച്ചുകൊണ്ട് ദൈവം ഇസ്രായേൽ ജനതയെ പറിച്ചു കളയുന്ന ഭാവി സംഭവങ്ങളെ മുൻകൂട്ടി കാണിക്കുകയായിരുന്നു. എന്നിരുന്നാലും ഭാവിയിൽ ദൈവം ഇസ്രായേലിന് ഫലം കായ്ക്കുന്ന ഒരു പുതിയ വൃക്ഷം നട്ടുപിടിപ്പിക്കും വിധം പലവിധ ചിറകുകളുള്ള പക്ഷികളൊക്കെയും എൻ്റെ ശാഖകളുടെ തണലിൽ അഭയം കണ്ടെത്തും. വരാനിരിക്കുന്ന സംഭവങ്ങൾ എത്രത്തോളം നിയന്ത്രിതമാണെന്ന് തോന്നിയാലും താൻ ഇപ്പോഴും ചുമതലക്കാരനാണെന്ന് ദൈവം പറയും. നമ്മുടെ സാഹചര്യങ്ങളെ കൃത്രിമത്വത്തിലൂടെയും സ്വന്തം കഠിനാധ്വാനത്തിലൂടെയും നിയന്ത്രിപ്പാൻ ശ്രമിക്കുന്ന ലോകം നമ്മോട് പറയുന്നു. എന്നാൽ മരങ്ങളെ വളരാൻ സഹായിക്കുന്ന ഓരോ വ്യക്തിക്കും നിയന്ത്രണം വിട്ടുകൊടുക്കുന്നതിലൂടെ യഥാർത്ഥ സമാധാനം അഭിവൃദ്ധിയും കണ്ടെത്താനാകും. നിങ്ങളുടെ ജീവിതം നിയന്ത്രിക്കുന്നതിന് ശ്രമിക്കാൻ നിങ്ങളെങ്ങനെയാണ് പ്രലോഭിപ്പിക്കപ്പെടുന്നത്? ദൈവത്തിൻ്റെ നിയന്ത്രണങ്ങൾ ആശ്രയിക്കുന്നത് എങ്ങനെ സമാധാനം കണ്ടെത്തും? പ്രാർത്ഥിക്കാൻ. സ്നേഹവാനായ ദൈവമേ, സർവശക്തനായ രാജാവെന്ന നിലയിൽ അങ്ങ് ഞങ്ങൾ സ്തുതിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ അങ്ങയുടെ കർത്തൃത്വത്തെ അംഗീകരിപ്പാൻ എന്നെ സഹായിക്കണമേ. താങ്ക് ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങളാ ദൈവം നടക്കട്ടെ. ഗോഡ് ബ്ലെസ് ഇൻ ജീസസ് നെയിം. ആമേൻ.